തീഷ്ണതയുണ്ടാകണം. നീ ആത്മീയ മേഖലയിൽ മാത്രം ഒരു തീഷ്ണത വന്നാൽ മതി. അപ്പോൾ നമ്മുടെ അധ്വാന മേഖലയിലും നമുക്കെന്തുണ്ടാകണം? നമുക്കൊരു തീഷ്ണതയുണ്ടാകണം. നമ്മുടെ പഠന മേഖലയിൽ പഠിക്കുന്ന മക്കൾക്ക് എന്തുണ്ടാകണം? ഒരു തീഷ്ണതയുണ്ടാകണം. നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ അധ്വാനിക്കുന്നു. നമ്മുടെ ജോലി മേഖലയിൽ, ഈ മേഖലയിൽ, നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ, നമ്മുടെ അനുദിന പ്രവർത്തന മേഖലയിലെല്ലാം ദൈവമായ കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്നത് ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് ഒരു തീഷ്ണതയാണ്. എന്നാൽ അനേക ദൈവമക്കളുടെ വലിയ ഒരു ഉത്കണ്ഠ, ദൈവം എനിക്കൊരു തീരുമാനങ്ങളില്ല, ദൈവം എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ തോന്നാറില്ല. അതിശക്തമായ ഒരു അലസതയുടെ ബന്ധനം ഇന്ന് അനേകായിരങ്ങളെ പിടികൂടുന്നുണ്ട്. അപ്പോൾ ഈ അലസതയുടെ ബന്ധനം നമ്മിൽ നിന്ന് വഴിമാറി പോകണമെങ്കിൽ, നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹ ജീവിതമായി മാറണമെങ്കിൽ, നമ്മൾ ദൈവമായ കർത്താവിനെ വിളിച്ച് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? തീഷ്ണത കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ജപമാല മാസം തിരുസഭ മാതാവ് നമുക്ക് ഒരുക്കി തരുന്നത് നമ്മുടെ ആത്മീയ മേഖലയിൽ ഒരു തീഷ്ണത വെളിപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ കർത്താവായ യേശു എന്തിനാണ് കുരിശ് മരിച്ചത്, കർത്താവായ യേശു കുരിശ് മരിച്ചത് എന്തിനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓരോ വ്യക്തിയുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു കുരിശ് മരിച്ചത്. നമ്മുടെ കർത്താവായ ദൈവം കുരിശുമരണം ഏറ്റെടുത്തത് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട്. നീ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് മാത്രമാണോ കർത്താവായ യേശു ഈ കുരിശുമരണം ഏറ്റെടുക്കുക? ഇന്ന് ഈ കുറിച്ച് ദൈവത്തിൻ്റെ വചനം ബൈബിൾ എന്താണ് നമുക്ക് പറഞ്ഞു തരിക? യേശുവിൻ്റെ ഈ കുരിശുമരണത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച്, പ്രിയമുള്ള യേശുവിൻ്റെ കുരിശുമരണം രണ്ട് ആത്യന്തികമായ ലക്ഷ്യമുണ്ട്. ലക്ഷ്യത്തെക്കുറിച്ച് വചനം നമുക്ക് ഉൾക്കാഴ്ച നൽകുന്നത് പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 14-ാം തിരുവചനം. ഈ തിരുവചനം ഞാൻ നിങ്ങളുടെ മനസ്സിൽ ചേർത്ത് വയ്ക്കേണ്ട തിരുവചനമായി. ഈ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വചനം വായിക്കുമ്പോൾ, കർത്താവായ യേശു എന്തിനാണ് കുരിശ് മരിച്ചത്, യേശു എന്തിനാണ് ഈ കുരിശുമരണം ഏറ്റെടുത്തത്, നീ അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് തിരുവചനം വഴി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ രണ്ട് ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് കർത്താവായ യേശുവിൻ്റെ കുരിശുമരണത്തിനായിട്ട് വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഒന്നാമതായി തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്: യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന്, നമ്മിലുള്ള ചില തിന്മകൾ മാത്രമല്ല, എന്നിലും നിങ്ങളിലുമുള്ള എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും. നമ്മുടെ ജീവിത മേഖലയിൽ അനേകം തിന്മയുണ്ട്. ഏത് മനുഷ്യ ജീവിതത്തിൽ തിന്മയുടെ സ്വാധീനമുണ്ട്. അഭിനയിക്കുന്ന എന്നെയും നിങ്ങളെയും നമ്മെ ഓരോ വ്യക്തിയും അലട്ടിക്കൊണ്ടിരിക്കുന്ന അനേകം തിന്മയുടെ മേഖലകളിൽ നിന്ന് നമുക്ക് എന്ത് നൽകാൻ വേണ്ടിയാണ്? മോചനം നൽകാൻ വേണ്ടി. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമായി വചനം പറയുക നമ്മുടെ പാപമേഖലയിൽ നിന്ന് നമുക്ക് മോചനം നൽകാൻ വേണ്ടി. നീ രണ്ടാമതായിട്ട് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വചനം പറയുക സൽപ്രവൃത്തികൾ ചെയ്യുന്നതിന്. യേശുവിൻ്റെ കുരിശുമരണം ഈ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും അനേകം സൽപ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കണം. ദൈവം ചെയ്ത വലിയൊരു സൽപ്രവൃത്തി, ദൈവത്തിന് വേണ്ടിയല്ല മരിക്കുക, ദൈവത്തിന് വേണ്ടിയല്ല കുരിശു ചുമക്കും. ഈശോ കുരിശു ചുമക്കുന്നത്, കുരിശുമരണം ഏറ്റെടുക്കുന്നത്, ഈ ത്യാഗമെല്ലാം ഈശോ അനുഭവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നീ മറ്റുള്ളവർക്ക് വേണ്ടി. മറ്റൊരു വാക്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി. ഒരു വ്യക്തിയെ വിസ്മരിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യത്തെ, നല്ലൊരു കാര്യത്തെയാണ് നമ്മൾ ഏത് പ്രവൃത്തി എന്ന് വിളിക്കുക? സൽപ്രവൃത്തി എന്ന് വിളിക്കുക. അതായത് ഞാൻ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാതെ, ഞാൻ ഇരിക്കാൻ വേണ്ടി കസേരയിൽ ഒന്നിരിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ശാരീരികമായ അസ്വസ്ഥതയുള്ളതുകൊണ്ട് ഞാൻ കസേരയിൽ ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം എന്നെക്കാളും ശാരീരികമായ അസ്വസ്ഥതയുള്ള വ്യക്തി എൻ്റെ സമീപം നിൽക്കുകയാണ്. ഞാൻ ആ സമയം ചെയ്യേണ്ട സൽപ്രവൃത്തി ഏതാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ എന്നെയൊന്ന് മറന്ന്, എൻ്റെ രോഗാവസ്ഥയൊന്ന് മറന്ന്, എന്നെ സമീപം നിൽക്കുന്ന ആ വ്യക്തിക്ക് ഇരിക്കാൻ വേണ്ടി ഞാൻ കസേര മാറിക്കൊടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് എന്ത്? സൽപ്രവൃത്തി. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും ഏത് ചെയ്യുന്ന വ്യക്തിയായി മാറണം? സൽപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയായി മാറണം. നീ അത് കഴിഞ്ഞ് വചനം എന്താ പറയുക? നീ തീത്തോസിനുള്ള ലേഖനം 2-ാം അധ്യായം 14-ാം വചനം വീണ്ടും പറയുന്നു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിന്. അത് കഴിഞ്ഞ് വചനം പറയുന്ന വാക്ക് ശ്രദ്ധിക്കണമേ, തീഷ്ണതയുള്ള. അതായത് ഈ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിന് തീഷ്ണതയുള്ള. നീ അത് കഴിഞ്ഞ് വചനം രണ്ടാമത് പറയുന്ന വാക്കാണ് ഒരു ജനതയെ. ഏതാനും വ്യക്തികളെ അല്ല കേട്ടോ, നീ ഒരു വലിയ ജനതയെ. അത് കഴിഞ്ഞ് തീഷ്ണതയുള്ള ഒരു വലിയ ജനതയെ. അത് കഴിഞ്ഞ് വചനം പറയുന്നു തനിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി, നീ തനിക്ക് വേണ്ടി. അത് കഴിഞ്ഞ് വചനം വീണ്ടും പറയുകയാണ് ശുദ്ധീകരിക്കുന്നതിനുമായി. തനിക്ക് വേണ്ടി തീഷ്ണതയുള്ള ഒരു ജനത്തെ ശുദ്ധീകരിക്കുന്നതിനുമായി
നമ്മെ പ്രതി തന്നെ തന്നെ ഈശോ എന്ത് ചെയ്തു? ബലി അർപ്പിച്ചു. അവ യേശുവിൻ്റെ കുരിശു മരണം എന്ന് പറയുക, ഒന്നാമതായി വചനം നമുക്ക് പറഞ്ഞു തരിക നമ്മുടെ പാപമോചനത്തിനു വേണ്ടി. ഈ രണ്ടാമതായി കുരിശിലേക്ക് നോക്കുമ്പോൾ ഈ കർത്താവായ ദൈവം കുരിശു ചുമന്നത്, ഈശോ ഈ കുരിശു മരണം ഏറ്റെടുക്കുന്നത്, പ്രിയമുള്ളവരെ, ഈ നിൽക്കുന്ന എന്നെയും നിങ്ങളെയും തീഷ്ണതയുള്ള ഒരു വലിയ ജനതയായി രൂപം കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് സ്ഥലപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായിട്ടാണ് നമ്മെ പ്രതി നമുക്ക് വേണ്ടിയാണ് കർത്താവ് തൻ്റെ തന്നെ ബലിയായി അർപ്പിക്കുക. അപ്പോൾ യേശുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുക, ഈ നിൽക്കുന്ന വൈദികനായ എന്നെയും നിങ്ങളെയും ആരാക്കി മാറ്റാൻ വേണ്ടിയാണ്, തീഷ്ണതയുള്ള വ്യക്തിയാക്കി മാറ്റാൻ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വ്യത്യസ്തമായ മേഖലയിലും ഈ നിൽക്കുന്ന എന്നെയും നിങ്ങളെയും ആരാക്കി തീർക്കാൻ വേണ്ടിയാ, തീഷ്ണതയുള്ള വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടിയാ ദൈവമായ കർത്താവ് കുരിശ് ബലിയായിട്ട് മാറുക. നീ വീണ്ടും വചനം പറയുന്നു, ദൈവമായ കർത്താവിന്, പിതാവായ ദൈവത്തിന് നമ്മെക്കുറിച്ച്, ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് എന്തുണ്ട്? തീഷ്ണതയുണ്ട്. ഈശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 11-ാം തിരുവചനം മനസ്സിൽ കുറിച്ച് വെക്കണം. ഈശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 11-ാം വചനം പറയുന്നു, ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ച് തീഷ്ണതയുണ്ട് എന്ന്. അവിടെ വചനം ഇപ്രകാരമാണ് പറയുക, അങ്ങയുടെ ജനത്തിനു വേണ്ടിയുള്ള അവിടുത്തെ തീഷ്ണത കണ്ട് അവർ ലജ്ജിക്കട്ടെ. ഞാൻ നിങ്ങൾ ദൈവജനമാണ്. ഈ ദൈവത്തിൻ്റെ ജനമായ എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ഈശയ്യായുടെ പുസ്തകം 26-ാം അധ്യായം 11-ാം വചനത്തിൽ പിതാവായ ദൈവം സംസാരിക്കുന്നത്, ദൈവത്തിന് ദൈവജനത്തെക്കുറിച്ച് എന്തുണ്ട്? തീഷ്ണതയുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ച് തീഷ്ണതയുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന ഞാനും നിങ്ങളും ആരായി മാറണം? ഈ കാലഘട്ടത്തിൽ തീഷ്ണതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. ഇത് വചനം പറയുകയാണ്, മകളെ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് തീഷ്ണതയുള്ളതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരായി മാറണം? തീഷ്ണതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. ഞാൻ നിങ്ങളൊന്ന് സ്വയം ചോദിക്കണം, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നതിൽ, ഞാൻ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ, ഞാൻ എൻ്റെ സഭയെ സ്നേഹിക്കുന്നതിൽ, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നതിൽ, ഞാൻ മറ്റു വ്യക്തികൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നതിൽ, ഞാൻ എൻ്റെ അനുദിന കർത്തവ്യങ്ങൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു വ്യക്തിയാണോ? ദൈവമായ കർത്താവിൻ്റെ വചനം പറയുന്നു, ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളും ആരായി മാറണം? ഈ മേഖലയിൽ തീഷ്ണതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. ഇത് എവിടെയാണ് വചനം പഠിപ്പിക്കുക? വെളിപാടിൻ്റെ പുസ്തകമാണ്. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 19-ാം തിരുവചനം ഇപ്രകാരം പറയുക, ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നീ അത് കഴിഞ്ഞ് വചനം പറയുക, അതുകൊണ്ട് നീ ആരായി മാറണം? തീഷ്ണതയുള്ളവനായി മാറണം. നമ്മുടെ ജീവിതത്തിൽ ഒരു അറിവില്ലായ്മ, നീ ഒരു കാര്യത്തിൽ നമുക്കൊരു തീരുമാനമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം വചനം വെച്ച് പ്രാർത്ഥിക്കണേ, ഈശോയെ, ഈ നിൽക്കുന്ന എന്നെയും നിങ്ങളെയും നമ്മെ ഓരോ വ്യക്തി ദൈവമായ കർത്താവ് ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഏത് നൽകി അനുഗ്രഹിക്കണം? തീഷ്ണത നൽകി അനുഗ്രഹിക്കണം. നീ എവിടെയൊക്കെയാണ് തീഷ്ണത വേണ്ടത്? തീഷ്ണത വെളിപ്പെടേണ്ട അനേക മേഖലയുണ്ട്. ഒന്നാമതായി നമുക്ക് തീഷ്ണത വേണം എന്ന് വചനം പറയുക, ദൈവത്തോട് തന്നെ നമുക്കൊരു തീഷ്ണതയുണ്ടാകണം. ഈ തീഷ്ണത ഈ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോകരുതേ. ദൈവത്തെ പ്രതിയുള്ള തീഷ്ണത കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു നിറവുണ്ടാകണം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാമത്തെ അധ്യായം 10-ാം തിരുവചനം ഇതൊരു അഭിഷേകമായി മാറാൻ വേണ്ടി ആഗ്രഹിക്കണം കേട്ടോ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ യോജിക്കുന്നു. പ്രിയമുള്ളവരെ, വചനം പറയുക, അവിടെ ഏലിയ ഇപ്രകാരമാണ് പറയുക. ഏലിയായുടെ പിതാവായി ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഏലിയ, ഈ സമയം നീ എന്ത് ചെയ്യുന്നു? നീ എന്താണ് ചെയ്യുക? ഈ ഒരു ചോദ്യം പിതാവായി ദൈവം നമ്മോട് ചോദിച്ചാൽ ഏലിയ പറഞ്ഞതുപോലെ ഈ നിൽക്കുന്ന വൈദികനായി എനിക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഏലിയയുടെ പിതാവായി ദൈവം ചോദിക്കുക, ഏലിയ, നീ ഈ സമയം എന്ത് ചെയ്യുന്നു? ഈ സമയം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 10-ാം വചനത്തിൽ ഏലിയ പിതാവായി ദൈവത്തിന് നൽകുന്ന മറുപടിയാണ്. ഏലിയ ഉത്തരം പറഞ്ഞു. ഏലിയ ദൈവമായ കർത്താവിനോട് ഉത്തരം പറയുകയാണ്. എന്താണ് ഏലിയ നൽകിയ ഉത്തരം? ദൈവമേ, അവിടുന്ന് ആരാണ്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ്. അത് കഴിഞ്ഞ് ഏലിയ എന്നാണ് പറയുക, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ
ജ്വലിക്കുന്നു. അപ്പൊ ദൈവത്തെ പ്രതി എനിക്ക് നിങ്ങൾക്കും എന്തുണ്ടാകണം? തീഷ്ണതയുണ്ടാകണം. ദൈവം എന്ന് കേൾക്കുമ്പോൾ ഒരു ആവേശം തോന്നണം. ദൈവം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഹരം തോന്നണം. ഇനി അത് കഴിഞ്ഞ് വീണ്ടും വചനം പറയുന്നു. സംഗീത പുസ്തകം 25-ാം 13-ാം വചനം. അവിടെ വചനം പറയുന്നു, അവൻ തൻ്റെ ദൈവത്തിന് വേണ്ടി തീഷ്ണത കാണിക്കുകയും. അവൻ തന്നെ ആർക്ക് വേണ്ടിയാണ്? വീട്ടുകാർക്ക് വേണ്ടിയല്ല കേട്ടോ. അവൻ ആർക്ക് വേണ്ടിയാണ്? അവൻ തൻ്റെ ദൈവത്തിന് വേണ്ടി. ഇത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കണം. അവൻ തൻ്റെ ദൈവത്തിന് വേണ്ടി തീഷ്ണത കാണിക്കുകയും. ദൈവികമായ കാര്യങ്ങളിൽ, ദൈവികമായ ശുശ്രൂഷകളിൽ, ദൈവികമായ പ്രാർത്ഥനകളിൽ, ഇടവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, കുടുംബ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, നമ്മൾ പങ്കെടുക്കുന്ന ധ്യാന ശുശ്രൂഷകളിൽ, പിന്നെ ദൈവമായ ഓരോ മേഖലയിലും നമ്മൾ കാണിക്കേണ്ടത് തീഷ്ണതയാണ്. നീ രണ്ടാമതായിട്ട് വചനം പറയുക, തീഷ്ണത വരേണ്ട മറ്റൊരു മേഖല ദൈവത്തോടുള്ള ഭക്തിയിലാണ്. ഞാൻ ചില ശുശ്രൂഷയിൽ നീ 2 വയസ്സ് 2.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ആ താമസമുള്ള ധ്യാനമാകാം, ഈ ശനിയാഴ്ച കൺവെൻഷനാകാം, മുൻപിടെ ഇടവയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്താകാം. 2 2.5 വയസ്സ് അവർക്ക് മുട്ടുകുത്താനുള്ള ആ പ്രായമൊക്കെ ജസ്റ്റ് ആകുന്നതയോ. എന്നാൽ ദേവാലയത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളുടെ മുട്ടുകൾ കുത്തുന്നതും നീ കൈ കൂപ്പി പിടിക്കുന്നതും കാണാറുണ്ട് കേട്ടോ. അതായത് ആ കുഞ്ഞുങ്ങൾ ഇവിടെ ആ കുഞ്ഞു മുട്ടുകൾ കുത്തി ദേവാലയത്തിൽ പറയുമ്പോൾ തന്നെ ഒന്ന് കുമ്പിടുക, അല്ലെങ്കിൽ മുട്ടുകുത്തുക, അല്ലെങ്കിൽ കരം കൂപ്പി പിടിക്കുക. അത് ദൈവത്തോടുള്ള ഭക്തിയാണ്. ചെറുപ്പത്തിലെ ചില കുഞ്ഞുങ്ങൾക്ക് അത് സ്വന്തമാക്കാൻ സാധിക്കുക. എന്നാൽ ചില വ്യക്തികൾക്ക് പ്രായമായി കഴിഞ്ഞാകാം. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളൊന്ന് പരിശോധിക്കണം. എനിക്കെൻ്റെ ദൈവികമായ കാര്യങ്ങളിൽ, ദൈവികമായ ഭക്തിയിൽ ഞാൻ ആരായി മാറേണ്ട വ്യക്തിയാണ്? തീഷ്ണതയുള്ള ഒരു വ്യക്തിയായി മാറണം.